നമസ്കാരം. ഇന്ന് കേന്ദ്ര ബജറ്റ് ദിവസമായിരുന്നു. കേന്ദ്ര ബജറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിന് എന്ത് കിട്ടും എന്നായിരുന്നു മലയാളികളെല്ലാം ഏറെ ആകാംക്ഷയോട് ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ കേരളത്തിന് വട്ടപൂജ്യം മാത്രമാണ് ഈ ബജറ്റിൽ ഉള്ളത് എന്നാണ് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? സത്യത്തിൽ ഒരു കേന്ദ്ര ബഡ്ജറ്റാണോ അതോ ബീഹാറിൻ്റെ ഇലക്ഷന് വേണ്ടി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപിതമായ ബഡ്ജറ്റാണോ എന്ന് സംസ്ഥാനങ്ങളും എല്ലാവരും തന്നെ ആശ്ചര്യത്തോടു കൂടിയാണ് നോക്കുന്നത്. കാരണം കേരളത്തെ മാത്രമല്ല, സൗത്ത് ഇന്ത്യയെ ഒരു സംസ്ഥാനത്തെക്കുറിച്ചും ഈ ബഡ്ജറ്റിൽ ഒരു സ്ഥലത്തും പരാമർശിക്കപ്പെട്ടിട്ടില്ല. പുതിയ പദ്ധതികൾ എന്ത് ചെയ്യപ്പെട്ടില്ല, അനുവദിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് കേരളം ഉൾപ്പെടെ വയനാട് പാക്കേജ് ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ഈ വർഷത്തെ ഒരു വലിയ ദുരന്തവും അത് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് അഡ്രസ്സ് ചെയ്ത ദുരന്തമാണ് വയനാട്ടിൽ ഉൾപ്പെടെ. അതിനെക്കുറിച്ചൊന്നും തന്നെയും യാതൊരു വിധമായ പരാമർശവുമില്ലാതെ പരിപൂർണമായിട്ടും, അതായത് ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു കാതലായതാണ് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫെഡറൽ സംവിധാനത്തെ പോലും നിശ്ചലമാക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റായിരുന്നു ഇന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. അവരൊരു സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു മന്ത്രിയാണ്. പക്ഷേ സൗത്ത് ഇന്ത്യയെ പരിപൂർണമായിട്ട് മറക്കുകയും ബി.ജെ.പിയുടെ സംസ്ഥാനങ്ങൾ, ബി.ജെ.പിക്ക് നേട്ടമുള്ള സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ ബീഹാർ എന്ന് പറയുന്ന, ബീഹാറിനെ പലതരത്തിലാണ് ബഡ്ജറ്റ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്. ഒരു സമയത്ത് ബീഹാർ എന്ന് പേര് പറയുന്നു, അടുത്ത പദ്ധതി പാട്ന എന്ന് പറയുന്നു, അങ്ങനെ ബീഹാറിലെ ഗ്രാമങ്ങളുടെ പേര് പറയുന്നു. അപ്പോൾ ഇത് ഒരു ബീഹാർ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ഒരു ബഡ്ജറ്റ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ മാറിയാണോ അവതരിപ്പിച്ചതെന്ന് പോലും പാർലമെന്റ് അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് സംശയമുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്നുണ്ടായിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ ഇടക്കാല ബജറ്റ്, അതായത് ഈ മോദി സർക്കാർ, മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിർമ്മല സീതാരാമൻ തന്നെ അവതരിപ്പിച്ച ഈ ഇടക്കാല ബജറ്റിൽ ബീഹാറിന് വാരിക്കോരി കൊടുക്കുന്ന ഒരു ചരിത്രം നമ്മൾ കണ്ടു. പലതരത്തിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണുന്നത്. അതായത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ്, അത് മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ ആരാണോ ഉള്ള നിതീഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ ചാണക്യനെ ഒരു കാരണവശാലും പിണക്കാൻ പറ്റില്ല. നിതീഷ് കുമാറിന്റെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി വളരെ തന്ത്രപൂർവ്വം ഉണ്ടാക്കിയ ഒരു ബഡ്ജറ്റായിട്ടാണ് നമുക്ക് ഇതിനെ നേരത്തെ ഇടക്കാല ബഡ്ജറ്റ് നമ്മൾ കണ്ടത്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ നമുക്ക് ഈ ബഡ്ജറ്റിനെയും കാണാം. അപ്പൊ നമുക്കൊരു വളരെ തമാശ തോന്നിയെന്ന് പറഞ്ഞാൽ താമരപൊട്ടുകൾ വിരിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് ബീഹാറിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ആകെയുള്ള കർഷകർക്കുള്ള, അതായത് ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് കർഷകർ സമരത്തിലാണ്. ഇന്ത്യയിൽ പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ തന്നെ കർഷകർ നിരന്തരമായ സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലുമാണ്. കാര്യം കർഷകരുടെ യഥാർത്ഥമായ ആവശ്യമെന്ന് പറയുന്ന താങ്ങുവില പോലെയുള്ള അല്ലെങ്കിൽ പ്രത്യേക പാക്കേജ് പോലെയുള്ള ആകെ കർഷകരെ കുറിച്ച് ആകെ പരാമർശിച്ചത് എന്താണ്? ബീഹാറിൽ താമര വിത്തുകൾ എന്താണ് വിരിയിക്കാൻ വേണ്ടി ഒരു ബോർഡ് കൂടും. ഇതാണോ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കർഷകരുടെ അവസ്ഥ? അല്ല, ഇതാണോ യഥാർത്ഥമായ പ്രശ്നം? നമുക്കറിയാം, നമ്മുടെ ഇന്നലത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ 16% GDP നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കർഷക വിഭാഗങ്ങളിൽ നിന്നാണ്. ആ 16 ഇന്ത്യയുടെ പൊതു ബഡ്ജറ്റ്, അതായത് പൊതുവായിട്ടുള്ള GDP-യിൽ 16% നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജനസംഖ്യയുടെ 45% ആളുകൾ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാർഷിക രാജ്യത്ത് കർഷകരെ പരിപൂർണമായിട്ടും എന്താണ് ഈ ബഡ്ജറ്റ് എന്ത് ചെയ്തേക്കുവാണ്? അവഗണിച്ചിരിക്കുകയാണ്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ആകെ പറയുന്നത് എന്താണ്? കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി എന്തോ 3 ലക്ഷം എന്നുള്ളത് 5 ലക്ഷമാക്കി. ഇതൊക്കെ ആരെയാണ് സഹായിക്കുന്നത്? ഇവിടെ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം കോവിഡിന് ശേഷം, സാർ നമുക്കറിയാം, കോവിഡിന് ശേഷം എത്ര കോർപ്പറേറ്റ് ടാക്സുകൾ ഇളവ് ചെയ്തു. അതൊന്നും തന്നെ വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഇന്ന് കൊട്ടിഘോഷിപ്പിക്കുന്നത് എന്താണ്? ഈ പറയുന്ന രീതിയിൽ എന്താണ് 12 ലക്ഷം എന്ന് പറയുന്ന ആദായ നികുതിയിലാക്കി സർക്കാർ എന്ത് ചെയ്യുന്നു? 1 ലക്ഷം കോടി രൂപ നഷ്ടം സഹിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഇടക്കാല ബഡ്ജറ്റിൽ കോവിഡിന് ശേഷമൊക്കെ ഉള്ള ബഡ്ജറ്റുകളിലായി 3 ലക്ഷം കോടിയിലേറെയാണ് കോർപ്പറേറ്റുകളെ ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇളവുകൾ കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് വിസ്മരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പൊതുജനങ്ങൾ, ഇവിടെ മധ്യവർത്തി ആളുകളും അല്ലെങ്കിൽ സമ്പന്നരാളുകളും മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് പ്രകാരമാണോ ഈ ബഡ്ജറ്റ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചു പോകും. കാരണം നമ്മുടെ ലോക ആരോഗ്യ സംഘടനയുടെയും അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒക്കെ കണക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ 11 കോടി ആളുകൾ അതിദരിദ്രരാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരല്ല. 11 കോടി ആളുകൾ ഇന്ത്യയിൽ അതിദരിദ്രരാണ്, ദാരിദ്ര്യരേഖയ്ക്കും താഴെയുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് മധ്യവർഗത്തിനും അല്ലെങ്കിൽ സമ്പന്ന വിഭാഗങ്ങൾക്കും കോർപ്പറേറ്റുകൾക്കും മാത്രമായിട്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ ബി.ജെ.പിക്ക് വോട്ട് നേടുന്ന സ്ഥലങ്ങളിൽ മാത്രം ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ഈ പറയുന്ന രീതിയിലേക്ക് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഈ സംസ്ഥാനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിൽ വൈരാഗ്യത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് ഈ ബഡ്ജറ്റ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഇടക്കാല ബഡ്ജറ്റിന് ശേഷം
ഈ പിന്നെ പല സംസ്ഥാനങ്ങളോടുള്ള സമീപനം എന്ന് പറയുന്നത് തങ്ങൾക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ളവരോട് മാത്രം അനുകമ്പയുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് നോക്കൂ, ഈ വയനാട് ദുരന്തം എന്ന് പറയുന്നത് അതീവ വലിയ വലിയ ദുരന്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിൽ പോലും ഈ വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണങ്ങളിൽ ഒന്നും ഒരു വ്യക്തത ഇതുവരെ വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷയാണ്. കേരളത്തിന് വലിയ പ്രതീക്ഷയുള്ള ഒരു പദ്ധതിയാണല്ലോ വിഴിഞ്ഞം. 4% GST കേന്ദ്രത്തിലേക്ക് പോലും ഇതിലേക്ക് വരാനുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന് വലിയ താല്പര്യമുണ്ടാവേണ്ട പദ്ധതി പോലും ആയിട്ട് പോലും വിഴിഞ്ഞം പദ്ധതിയെ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളത് വലിയൊരു വിഷയമുണ്ട്. പിന്നെ മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ പ്രത്യേക പദ്ധതി പാക്കേജൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലെ സാമ്പത്തിക രംഗം ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ മാർച്ചോടുകൂടി യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ തീർത്തും വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. കേന്ദ്രം കേരളത്തെ ഏതെങ്കിലും രീതിയിൽ പരിഗണിക്കും എന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു തരത്തിലും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, പാലക്കാട് ഏതോ IIT കണ്ട് എന്താണ് വ്യക്തതയില്ല, എന്താണെന്ന് പോലും വ്യക്തതയില്ല. അത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ പദ്ധതികൾ ഉണ്ട് എന്നൊക്കെ, ഇതിൽ ഊന്നലുണ്ട് എന്നൊക്കെ പറഞ്ഞു പോയെങ്കിൽ പോലും അതിലും വ്യക്തതയില്ല എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടത്. അപ്പോൾ ക്യാൻസർ വാർഡുകൾ എല്ലാ സ്ഥലങ്ങളിലും, ക്യാൻസർ വാർഡുകൾ എല്ലാ സർക്കാർ ആശുപത്രിയിലും ക്യാൻസർ വാർഡുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പദ്ധതി. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ പ്രഖ്യാപിക്കുന്നതാണ് ഇവിടെ മെഡിക്കൽ സീറ്റുകൾ 10,000 വർദ്ധിപ്പിച്ചിരിക്കുന്നുള്ള. അതിന്റെ ചില നേട്ടങ്ങൾ ചിലപ്പോൾ കേരളത്തിലും കിട്ടിയേക്കാം എന്ന് മാത്രമല്ല, അതെ കേരളത്തിൽ യഥാർത്ഥം ഇപ്പൊ സുരേഷ് ഗോപി ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. സുരേഷ് ഗോപി നേരത്തെ മന്ത്രിയാവുന്നതിന് മുന്നേ അദ്ദേഹം ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം ഈ ജലരേഖയായി പോയി എന്നുള്ള നമ്മളിൽ കാണുന്നുണ്ട്. അദ്ദേഹം എന്തൊക്കെ ഇടനാഴി ഉണ്ടാക്കും, മറ്റേ അദ്ദേഹത്തിന്റെ ഒരു വിവരമില്ലായ്മ കൊണ്ട് സംഭവിച്ചാണ്. പക്ഷെ കേരളത്തിന് വലിയ രീതിയിലുള്ള പരിഗണന ഇടക്കാല ബഡ്ജറ്റിൽ ഒരു പരിഗണനയും കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ വലിയ വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടത് ഇനി അടുത്ത ബഡ്ജറ്റ് കൊണ്ടുവരാൻ. ഈ ബഡ്ജറ്റിൽ നോക്കൂ പല പ്രഖ്യാപനങ്ങളും ഉണ്ടാവും എന്നൊക്കെയായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായി? ഒന്നും ഉണ്ടായില്ല. അപ്പൊ കേന്ദ്രത്തിന് യഥാർത്ഥത്തിൽ താല്പര്യമില്ലാത്ത ഒരു സ്റ്റേറ്റിനെയും പരിഗണിച്ചില്ല. ഇപ്പൊ നോക്കൂ, തമിഴ്നാടിനെ പരിഗണിച്ചില്ല, കേരളത്തെ പരിഗണിച്ചില്ല, തമിഴ്നാടിനെ പരിഗണിച്ചില്ല, കർണാടകയെ പരിഗണിച്ചില്ല, ആന്ധ്രയെ പരിഗണിച്ചില്ല, തെലങ്കാനയെ പരിഗണിച്ചില്ല. ഇത്തരം സ്റ്റേറ്റുകളെ ഒന്നും പരിഗണിക്കാതെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ വിചിത്രമായ സംഭവമാണ്. ഇപ്പം ഈ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കുറച്ചും കൂടി വലിയ രീതിയിൽ ആശ്വാസം ഉണ്ടാവുന്ന തരത്തിലുള്ള 12 ലക്ഷം വരെ പ്രതിവർഷം 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി ഇളവ് കൊടുത്തുകൊണ്ട് അവരുടെ കൈനടി നേടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ നോക്കൂ, രാജ്യത്തിന്റെ യഥാർത്ഥത്തിൽ വോട്ടർമാരിൽ എത്ര പേർ മിഡിൽ ക്ലാസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടുന്നുണ്ട്. ജീവനക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തുലനവും തുച്ഛമായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 12 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് വലിയ രീതിയിലുള്ള ഇളവുകൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കുറച്ചു പേരുടെയൊക്കെ പിന്തുണ ഈ BJPക്ക് ഉണ്ടാവുമെങ്കിൽ പോലും സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതിയും ഈ കേന്ദ്രം ഈ നികുതി പിന്നെ ഇതില് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചില്ല എന്ന് പറയുമ്പോൾ ഇത് ആരുടെ സർക്കാരാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. സാർ, ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ പദ്ധതികളില്ല. ഇവിടെ നരേന്ദ്രമോദി എന്താണ് ഓരോ ലക്ഷം തൊഴിലാണ് എന്ത് ചെയ്യുന്നത്, താൻ അധികാരത്തിലെത്തിയാൽ നൽകുമെന്ന് പറഞ്ഞത്. പുതിയ തൊഴിലില്ലായ്മ രൂക്ഷമാണ്, പണപ്പെരുപ്പം രൂക്ഷമാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് എന്താണ് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഇവിടുന്ന് അഭയാർത്ഥികളായി പോകേണ്ട ഒരു അവസ്ഥയിലാണ്. നമ്മുടെ തൊഴിലില്ലായ്മ അത്രമാത്രം രൂക്ഷമാണ്. അപ്പോൾ പുതിയ തൊഴിൽ നൽകുന്നതിനോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ സ്ഥാപനങ്ങൾ നൽകുന്നതിനോ, എന്തിനേറെ പറയുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു അതിൻ്റെ വേതനം ഉയർത്തുമെന്നൊക്കെയാണ്. കാരണം ഗ്രാമീണ മേഖലയിലേക്ക് പണം എത്തുവാൻ, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ കയ്യിൽ പണം എത്തിയാൽ മാത്രമേ, അവൻ്റെ പർച്ചേസിംഗ് പവർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മാർക്കറ്റിൽ പണം എത്തുകയുള്ളൂ. അല്ലാതെ ഇവിടുത്തെ കോർപ്പറേറ്റുകളെയോ അല്ലെങ്കിൽ വലിയ വലിയ മധ്യവർത്തിക കമ്പനികളെയോ ഒന്നും തന്നെയും സഹായിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്തില്ല, പണം എത്തത്തില്ല. ഇവിടെ ഈ പറയുന്ന രീതിയിൽ പണപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഭക്ഷ്യ പണപ്പെരുപ്പം അതിവേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിലേക്ക് പണം എത്തുന്ന എന്തിനേറെ പറഞ്ഞു സാർ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ PM, അതായത് പ്രധാനമന്ത്രിയുടെ പദ്ധതികളുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. അതായത് വർഷങ്ങളായിട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽക്ക് തന്നെയുള്ള ഈ പ്രധാനമന്ത്രിയുടെ പദ്ധതികൾക്ക് പോലും കഴിഞ്ഞ 3-4 വർഷത്തെ ബഡ്ജറ്റുകൾ പരിശോധിക്കുന്ന സമയത്ത് ഫണ്ട് അലോക്കേഷൻ കുറഞ്ഞു വരികയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എന്തില്ല, പണം മാറ്റി വെക്കുന്നത് ഒരു വേസ്റ്റായി വെക്കുന്ന പണമായിട്ടാണ് ഇന്ന് BJPയുടെ ഗവൺമെന്റ് കാണുന്നത്. അപ്പോൾ വെൽഫെയർ എന്ന് പറയുന്ന ഒരു വേർഡ് പോലും എന്തില്ല, ഇന്നത്തെ ബഡ്ജറ്റിൽ കാണാൻ സാധിക്കുന്നില്ല. കാരണം ഈ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും എന്താണ്, ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളാണ്
എല്ലാ ബഡ്ജറ്റുകളുടെയും ആധാരം എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ പൗരന്മാരുടെ വെൽഫെയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് അടിസ്ഥാന ജനവിഭാഗം മുതലുള്ള ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത്. പക്ഷേ ഇവിടെ ആവിഷ്കരിച്ച പദ്ധതികൾക്ക് ആവശ്യമായ പണം കൊടുക്കുന്നില്ല, പുതിയ പദ്ധതികൾ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഗവൺമെന്റ് അതായത് BJP കാണുന്നത് എന്താണ്? ഇവിടുത്തെ കോർപ്പറേറ്റുകളെയും അല്ലെങ്കിൽ ഈ പറയുന്ന മധ്യവർഗത്തെയും മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, ഒരു സംഘടിതമായ വോട്ട് ബാങ്കായി കാണുന്നുള്ളൂ. കാരണം ഗ്രാമീണ മേഖലയിലായാലും അല്ലെങ്കിൽ കർഷകരെ ആയാലും അവരുടെ കയ്യിൽ, അതായത് ഇത്തരം ആളുകളുടെ ഒരു വോട്ട് ബാങ്ക് കൈക്കലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ മറ്റുള്ള ആളുകളെ എന്ത് ചെയ്യുന്നില്ല, ഒരു പൗരനായിട്ട് കാണുന്നതോ അല്ലെങ്കിൽ അവനും അവകാശമുണ്ടെന്നോ അല്ലെങ്കിൽ അവൻ്റേത് കൂടി അവനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നു എന്നോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു കഴിഞ്ഞ കുറെ കാലമായി അവർ പിന്തുടരുന്ന ചില നയങ്ങളെ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തുള്ള ജനങ്ങളെ യഥാർത്ഥ അവർ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറുന്നു. തീർച്ചയായിട്ടും അത് നേരിട്ട് വെല്ലുവിളിക്കുകയാണ്. കാരണം സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തിനു വേണ്ടിയുള്ള ഒരു പദ്ധതിയോ ഒരു നിർദ്ദേശമോ ഈ ബഡ്ജറ്റിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അവരൊരിക്കലും ഇത്തരത്തിലുള്ള ആളുകളെ അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. അവരുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കൽ മാത്രമല്ല, അതായത് മിഡിൽ ക്ലാസ് തൊട്ട് മുകളിലേക്കുള്ള ആളുകൾ മാത്രം ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഇവിടെ അധികാര തുടർച്ചയുണ്ടാകും എന്നുള്ള കൃത്യമായ ഒരു വിലയിരുത്തൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ അപകടകരമായ അവസ്ഥയിലേക്കാണ്. അത് ദരിദ്രനാരായണന്മാരുടെ എണ്ണം വർദ്ധിക്കുകയും പണക്കാരുടെ എണ്ണം ഇപ്പൊ നിലവിലുള്ള പണക്കാരുടെ ആസ്തി പിന്നെയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രീതി. അതായത് ക്ലാസ് വളരെ കൃത്യമായിട്ട് ഒരു ക്ലാസ്, ഈ താഴേക്കിടയിലുള്ള ആളുകൾ എല്ലാ കാലത്തും താഴേക്കിടയിൽ തന്നെ നിലനിൽക്കണം എന്നും മുകളിലിരിക്കുന്ന ആളുകൾ, അതായത് മുതലാളി വർഗത്തെ എല്ലാ കാലത്തും സംരക്ഷിക്കുകയും ചെയ്യുന്ന വളരെ കൃത്യമായ ഒരു അജണ്ടയാണ് ഈ ബഡ്ജറ്റിലൂടെ BJP സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നം കൂടി നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. തിരിച്ചറിയാത്തതിന്റെ കാരണം കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും വ്യാപകമായി പണം വാങ്ങി എന്ത് ചെയ്യുന്നു, ഗ്രാമീണ മേഖലയിലേക്ക് പണം എന്ത് ചെയ്യുന്നു, ഇലക്ഷനിൽ ഇറക്കുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ സാധിക്കുന്നു. കാരണം അത് നമ്മൾ കോർപ്പറേറ്റുകളെ സഹായിച്ചാൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫണ്ടിങ് വ്യാപകമായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പലപ്പോഴും പറയുന്നല്ലോ, ഇപ്പൊ ബഡ്ജറ്റുകൾ പോലും കോർപ്പറേറ്റുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ബഡ്ജറ്റിലെ പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പണാധിപത്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജനാധിപത്യത്തിൽ വിഴുങ്ങാമെന്നുള്ള കൃത്യമായിട്ടുള്ള പല ഇലക്ഷനുകളിൽ ഇപ്പൊ BJP അത് തെളിയിച്ചു. അല്ല, അതിപ്പോ കേരളത്തിൽ പോലും ഒരു സാധ്യതയില്ലാത്ത കേരളത്തിൽ പോലും അവർ വലിയ രീതിയിൽ കോർപ്പറേറ്റുകൾ പണം ഒഴുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മൾ തൃശ്ശൂരിലൊക്കെ ചാക്ക് കെട്ടിന് പണം വന്നു എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഈ ഇത്തരത്തിൽ ബഡ്ജറ്റുകളിൽ കോർപ്പറേറ്റുകൾക്ക് ചെയ്തു കൊടുക്കുന്ന വലിയ സഹായത്തിന്റെ അനന്തരഫലമാണ് നമ്മളിൽ കാണേണ്ടത്. അതുകൊണ്ട് ഇത് കൂടിക്കൂടി വരികയല്ലാതെ, അതായത് പണക്കാരനെ കൂടുതൽ പണക്കാരനാക്കാനും പാവപ്പെട്ടവനെ കൂടുതൽ പാവപ്പെട്ടവരാക്കി മാറ്റാനും വേണ്ടിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞു, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബഡ്ജറ്റ് സഹായമാകുക എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുള്ളത്. അതുകൊണ്ട് BJP തുടർന്ന് ഇവിടെ ഇനിയും ഒരു 4 വർഷം കൂടി ബഡ്ജറ്റ് അവതരിപ്പിക്കാനുണ്ട്. ഈ 4 വർഷം കൂടി കഴിയുന്ന സമയത്തേക്ക് ഇന്ത്യ മഹാരാജ്യം യഥാർത്ഥത്തിൽ ദരിദ്രനാരായണന്മാരുടെ രാജ്യമായി മാറും. BJP ഇപ്പൊ പറയുന്നല്ലോ, BJP അതുകൊണ്ടാണ് ഈ പറയുന്ന വൺ ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, അതാകുമ്പോൾ 1 വർഷം മാത്രം ജനങ്ങളെ അഭിമുഖീകരിച്ചാൽ മതി, പിന്നീട് ബാക്കി 4 വർഷം എന്ത് ചെയ്യാം, ഇതുപോലെ ജനവിരുദ്ധമായിട്ട് ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ അല്ലെങ്കിൽ സാധാരണക്കാരെ അഡ്രസ്സ് ചെയ്യാതെ പുതിയ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ പ്രഖ്യാപിക്കാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പദ്ധതികളുമായി, അല്ലെങ്കിൽ തങ്ങൾക്ക് വോട്ട് കിട്ടുന്നത് എവിടുന്നാണ്, അല്ലെങ്കിൽ തങ്ങൾക്ക് എവിടുന്നാണ് വോട്ട് ബാങ്ക് ഉണ്ടാകുന്നത്, അവരെ മാത്രം പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ഇന്ത്യ രാജ്യം ഭരിക്കാമെന്നുള്ള കൃത്യമായ ഒരു ബോധ്യം BJPക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ, അതായത് ഇത് നമുക്കറിയാം, ഇതുവരെയുള്ള കേരളത്തിലെ BJPയുടെ നേതാക്കന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, കേരളത്തിൽ നിന്ന് BJP പ്രതിനിധികൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്ത് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, കേന്ദ്ര അവഗണന ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, കേന്ദ്രത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു മന്ത്രിയുണ്ട്, പിന്നെ രാജ്യസഭാ അംഗമായ മറ്റൊരു മന്ത്രി കൂടിയുണ്ട്. 2 കേന്ദ്രമന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ കേന്ദ്രമന്ത്രിമാർ ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. ഇപ്പൊ തൃശ്ശൂരിൽ നിന്നും ജയിപ്പിച്ചു വിട്ട സുരേഷ് ഗോപി, അദ്ദേഹം വാർത്താ താരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹം അവഹേളിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സത്യത്തിൽ അദ്ദേഹത്തിന് അത്യാവശ്യം, അദ്ദേഹം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന ആളാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം തന്നെ എന്താണ് പറയുന്നത്, സത്യസന്ധമായിട്ടാണ് താൻ പ്രതികരിക്കുന്നത്. അദ്ദേഹം കയ്യിൽ നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങൾ വേണ്ട തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം എന്തെങ്കിലും ഒരു കേന്ദ്ര പദ്ധതി
അല്ലെങ്കിൽ 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സ്ഥാപനം ഇവിടെ നേരത്തെ പല ഭരണകൂടങ്ങളും ഉണ്ടായിരുന്നപ്പോൾ നിരവധിയായിട്ടുള്ള കേരളത്തിന്റെ പേര് പലപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കേരളം എന്ന് പറയുന്ന പേര് പോലും എന്തില്ല, ബഡ്ജറ്റിൽ കേൾക്കാത്തൊരവസ്ഥയായി. ആകെ പാലക്കാട് എന്ന് പറയുന്ന ഒരു പരാമർശം മാത്രം, അതിനെക്കുറിച്ചും വ്യക്തതയില്ലാത്തൊരു പരാമർശം മാത്രം. അപ്പോൾ കൃത്യമായിട്ട് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം വിശദീകരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ നികുതി പണവും എന്താണ് കേന്ദ്രം കൊടുക്കുന്നുണ്ട്, ഇവിടെ GST ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിന്റെ കീഴിൽ നമുക്കറിയാം കേന്ദ്രത്തെയും അല്ലെങ്കിൽ സംസ്ഥാനത്തെയും ഒക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ അതിനെ മുതലെടുത്തുകൊണ്ട് കേന്ദ്രത്തിന്റെ ഒരു ആനുകൂല്യമെല്ലാം, അതായത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഈ കേരളത്തിന് ലഭ്യമാകാതെ അത് അതായത് കേരളത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത് വലിയ രീതിയിൽ കൊടുക്കുന്ന സമീപനം എന്തല്ല, അത് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യത്തിന് ചേർന്ന ഒരു നടപടിയല്ല. ഇന്ത്യ എന്നാൽ ബീഹാർ അല്ല എന്നും ബീഹാറിൽ മാത്രം വികസനം എത്തിച്ചാൽ രാജ്യത്തിന്റെ മൊത്തം വികസനം ആവില്ല എന്നുള്ള തിരിച്ചറിവെങ്കിലും BJP സർക്കാരിനുണ്ടാവണം. നിർമ്മലാ സീതാരാമൻ വലിയ രീതിയിലുള്ള കയ്യടി നേടുന്നതിനുള്ള വലിയ ജനകീയ ബജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് യഥാർത്ഥത്തിൽ BJP ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ്. കേരളത്തോടും അതുപോലെയുള്ള മറ്റ് സ്റ്റേറ്റുകളോടും കാണിച്ചിരിക്കുന്ന അവഗണന വരും കാലങ്ങളിൽ വലിയ തിരിച്ചടിക്ക് BJPക്ക് വഴിയൊരുക്കും എന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.